ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർകോട് കാഞ്ഞങ്ങാട് നഗരസഭ. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാണ്. കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പച്ചക്കറി പീടികയിലാണ് നമ്മൾ. ഭയങ്കര കൊതുവിൻ്റെ ശല്യമാണ്. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുകിലെ കടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു. നമുക്കിതുപോലെ ശ്വാസം മുട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര കൊതുക് വന്നിരിക്കുന്നവർ കാഞ്ഞങ്ങാട് വൃത്തിയില്ല, ആടെല്ലാം വൃത്തിയില്ല, എലികൾ വരുന്നുണ്ട്, കുറേ എലികൾ ശല്യം. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശുചീകരണത്തിന് നഗരസഭയുടെ അടിയന്തര ഇടപെടലും തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം സംസ്കരിക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത്. വിവിധ കേന്ദ്രങ്ങളിലായി കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമാണ് ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ഒഴിവാക്കുന്നത്. നഗരസഭാ നേതൃത്വത്തിലാണ് പദ്ധതി. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൌണ്ടേഷനാണ് ബയോമൈനിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. തരംതിരിച്ച മാലിന്യം വേർതിരിച്ച് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളുടെ ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശം. മാലിന്യം വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉടൻ സ്ഥാപിക്കും. 6 മാസമാണ് കാലാവധി. മാലിന്യങ്ങൾ അണുവിമുക്തിയാണ് സൂക്ഷിക്കുന്നത്. അതിനാൽ പരിസര പ്രദേശങ്ങളിൽ ദുർഗന്ധമില്ല. ന്യൂസ് 18 വിഴിഞ്ഞം.